എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതായിട്ടത് കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസമാണ്. ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ എല്ലാ ദിവസവും സുവിശേഷത്തിൽ പ്രത്യേകിച്ച് വിശ്വാസത്തെ കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടത് ഒരു അപ്പന്റെ വിശ്വാസമായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചതായിട്ട് ഒരു അമ്മയുടെ വിശ്വാസമാണ്. കാനാൻകാരി ആയിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു, നീ അവളെ സുഖപ്പെടുത്തണമെന്ന് പറയുകയാണ്. മകള് വന്നിട്ടൊന്നുമില്ല, പക്ഷെ അമ്മ പറയുകയാണ്, മകളെ ക്രൂരമായിട്ട് പിശാച് ബാധിച്ചിരിക്കുന്നു, നീ അവളെ സുഖപ്പെടുത്തണം. അപ്പൊ ഈശോ അവളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഈ അമ്മ ഈശോയെ വിടാതെ ഈശോയുടെ പിന്നാലെ കൂടുകയാണ്. അല്ലെ, തന്റെ മകൾക്ക് സൗഖ്യം നേടിയെടുത്തേ അടങ്ങൂ എന്നുള്ളൊരു വാശിയില് ഈ അമ്മ തന്റെ അടിയുറച്ച വിശ്വാസം കാരണം ഈശോയെ വിടാതെ പിടിച്ചു നിർത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഇവള് വാശി പിടിച്ച് ഈശോയിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇന്നത്തെ സുവിശേഷത്തിൽ ഏറ്റവും ഒടുവിൽ ഈശോ ഈ സ്ത്രീയുടെ വിശ്വാസം കണ്ട് അത്ഭുതപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈ അമ്മ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയൊരു വെല്ലുവിളി ഇതാണ്: വിശ്വാസത്തിൽ വളർന്ന് ഈശോയിൽ നിന്ന് വാശി പിടിച്ച് ഓരോ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ചോദിക്കാനാണെങ്കിൽ വിശ്വാസത്തോടെ അത് വാശി പിടിച്ച് മേടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കൊച്ചുരേശയുടെ ജീവിതമൊക്കെ നമ്മൾ കാണുമ്പോൾ കൊച്ചുരേശയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പാഠവും അത് തന്നെയാണ്. ഈശോയുടെ ഒരു വാശി പിടിച്ച് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ കാനാൻകാരി അമ്മയുടെ വിശ്വാസത്തിലേക്ക് വളരാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.